ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18ാമത്തെ അധ്യായമാണ് സന്യാസത്തിന്റെ പരിപൂർണത. 18ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഭഗവത്ഗീതയിലെ എല്ലാ നിർദ്ദേശങ്ങളും ഈ 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ചുരുക്കി പറയുന്നുണ്ട്. ക്രമേണ പടിപടിയായി ഒരാളുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിന്റെ ഫലമെല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് എങ്ങനെ ക്രമേണ പടിപടിയായിട്ട് കൃഷ്ണാബോധത്തിലേക്ക് എത്താം, നമ്മുടെ പ്രവൃത്തികളൊന്നും ഉപേക്ഷിക്കാതെ അതെല്ലാം ഭഗവത് സേവനമായി അർപ്പിച്ചുകൊണ്ട് എങ്ങനെ ക്രമേണ പടിപടിയായിട്ട് കൃഷ്ണാബോധത്തിലെത്താം. കർമ്മങ്ങളെ ത്യജിക്കേണ്ട ആവശ്യമില്ല, കർമ്മഫലത്തെയാണ് ത്യജിക്കേണ്ടത്. അതാണ് ത്യാഗം. അത് തന്നെയാണ് സന്യാസം. കർമ്മഫലത്തിൽ ആസക്തി ഇല്ലാതിരിക്കുന്നതാണ് സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒന്നുകിൽ പടിപടിയായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പെട്ടെന്ന് തന്നെയോ കൃഷ്ണാബോധം സ്വീകരിക്കാം, ഭഗവാനെ ശരണം പ്രാപിക്കാം. എന്തായാലും അവസാനം ഒരു വ്യക്തി ഭഗവാന് ശരണം പ്രാപിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ നിർദ്ദേശിച്ചു. അതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഗുഹ്യതമം ഭൂയ, സർവഗുഹ്യതമം ഭൂയ എന്നാണ് പറയുന്നത്. ഏറ്റവും രഹസ്യം എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു. എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ ശ്യാമസുന്ദര രൂപത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിച്ചു വെക്കുക. അതാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം, രാജവിദ്യ. അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭഗവത്ഗീതയിലെ രഹസ്യം എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിച്ചാൽ തന്നെ, എപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ആ വ്യക്തിക്ക് തിരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു. മാമേകേശ്വസി സത്യം ദേ പ്രതിജാനേ പ്രിയോസി. ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. മാത്രമല്ല, ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൂടെ പൂർവ്വജന്മങ്ങളിലെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാക്കപ്പെടും എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം ജീവിത ലക്ഷ്യമാക്കിക്കൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാവിധ പൂർവ്വജന്മ പാപങ്ങളും ഇല്ലാതാകും. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതുവരെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ, ജ്ഞാനമാർഗങ്ങൾ, കർമ്മമാർഗങ്ങൾ, ധ്യാനമാർഗങ്ങൾ, ഇതെല്ലാം സങ്കീർണമാണെങ്കിലും അതിന്റെ എല്ലാ പടികളും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു ജീവാത്മാവ് ഭഗവത്ഗീത മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. അതാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന കാര്യം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ. മാമേകം ശരണം പ്രജ. ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക എന്നാണ് പറയുന്നത്. ആ ശരണാഗതിയുടെ 6 തത്വങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹരിഭക്തി വിലാസത്തിൽ നിന്ന് ശിലപ്രഭാതർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം
രക്ഷിഷ്യ ഇതി വിശ്വാസോ ഗോപ്തൃപ്തേ വരണം തഥാ ആത്മനിക്ഷേപ കർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് മാത്രം സ്വീകരിക്കുക, ഭഗവാൻ ഇഷ്ടപ്പെടാത്തത് ഉപേക്ഷിക്കുക. ഭഗവാൻ എന്നെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും, എല്ലാ സാഹചര്യത്തിലും ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തിൽ ഇരിക്കുക. ഗോപ്തൃപ്തേ വരണം തഥാ, സ്വന്തമായിട്ട് ജീവിതത്തിന്റെ സന്ധാരണത്തിന് വേണ്ടി ഉത്കണ്ഠപ്പെടാതിരിക്കുക. ഭഗവാൻ തന്നെ സംരക്ഷിച്ചുകൊള്ളും, ഭഗവാനാണ് എന്റെ രക്ഷകർത്താവ് എന്നുള്ള ആ ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരിക്കുക. ഗോപ്തൃപ്തേ വരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ, ഭഗവാന് പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക. ഞാൻ ഭഗവാന്റെ സ്വത്താണ്, എന്റെ പ്രവർത്തനങ്ങളൊക്കെ ഭഗവാന്റെ സേവനത്തിനായിരിക്കണം എന്നുള്ള നിലവാരത്തിൽ പ്രവർത്തിക്കുക. മാത്രമല്ല, ഞാൻ നിസ്സഹായനാണ്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ ഇരിക്കുക. ഇങ്ങനെ 6 തരം ശരണാഗതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകുന്ന ഒരു ഭക്തൻ ഈ 6 കാര്യങ്ങളും 6 വിശ്വാസങ്ങളും ഉള്ള വ്യക്തിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ ശരണം പ്രാപിക്കുന്നതാണ് ഒരു ജീവന്റെ ആത്യന്തികമായിട്ടുള്ള ആ ജ്ഞാനത്തിന്റെ പരിപൂർണത. ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവത്ഗീത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ജന്മത്തിലൂടെ നേടിയ ജ്ഞാനത്തിന്റെ ഫലമായിട്ട് ഒരു വ്യക്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയ വ്യക്തി എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്, വാസുദേവ സർവമിതി എന്ന് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിക്കും. അങ്ങനെയുള്ള മഹാത്മാക്കൾ ഭൂമിയിൽ വളരെ കുറവാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമഹാത്മാ സുദുർലഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ജീവാത്മാവ് അവസാനം എന്ത് വേണം? ഭഗവാനെ ശരണം പ്രാപിക്കണം. അപ്പോൾ മാത്രമേ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കും. ഭൗതിക ലോകത്തിലേക്ക് പുറത്തു പോകാൻ നേരത്ത് ഒരു വ്യക്തി എന്തായാലും ഭഗവാനെ ശരണം പ്രാപിക്കും. ബഹൂനാം ജന്മനാം അന്ത്യ, അവസാനം, ജന്മങ്ങളുടെയൊക്കെ അവസാനമാണ് ഒരു വ്യക്തി ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. പിന്നീട് പുനർജന്മമില്ല. ഭഗവാനെ ശരണം പ്രാപിച്ച് പൂർണ്ണമായിട്ടും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല. ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പുനർജന്മമില്ല എന്ന് ഭഗവാൻ പറയുന്നു. ജന്മകർമ്മച്ചമേ ദിവ്യം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഭഗവത്ഗീതയുടെ രഹസ്യം ഭഗവാൻ വെളിവാക്കി പൂർണ്ണമായിട്ടും. അതിനുശേഷം ഭഗവാൻ ആർക്കെല്ലാമാണ് ഈ ഭഗവത്ഗീത ഉപദേശിക്കേണ്ടത്, ആർക്കെല്ലാം ഉപദേശിക്കാൻ പാടില്ല എന്നുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ അർജുനന് നൽകുന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവത്ഗീത മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നതിന്റെയും ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യം ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വായിച്ചു നോക്കാം. 67ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ആർക്കെല്ലാം ഭഗവത്ഗീത ഉപദേശിക്കരുത് എന്ന്. ഭഗവാനും ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അർജുനനും തമ്മിലുള്ള ഈ ഒരു സംഭാഷണം, ഭഗവത്ഗീത അത് ആർക്കെല്ലാം പറഞ്ഞു കൊടുക്കാം, ആർക്കെല്ലാം പറഞ്ഞു കൊടുക്കരുത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇതം തേ തപസ്കായ ഭക്തായ കഥാചന നച്ചാ ശുശ്രൂഷവേ വാച്യം നച്ചമാം യോഗ്യസൂയ ആണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമുക്കത് നിർഭരം ഭവർന്ന് വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 67 68 വായിച്ചോളൂ. ഇതം പരമം പുണ്യം മദ്ഭക്തേഷു വിദാസ്യതി ഭക്തിമയി പരാമൃത്വ മാമേവേശക്തി അസംശയം. 67 ശ്ലോകത്തിലേക്ക് ഞാൻ വായിച്ചോട്ടെ ഗുരുജി, ഞാൻ വായിച്ചോട്ടെ. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 67. ഇതം തേ ന തപസ്കായ ന ഭക്തായ കഥാചന ന ശുശ്രൂഷവേ വാച്യം ന ച മാം യോഗ്യ സൂയതി. തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയുള്ളവർക്കും രഹസ്യമായ ഈ ജ്ഞാനം ഉപദേശിക്കരുത്. ഭാവാർത്ഥം: നിർദ്ദിഷ്ടങ്ങളായ തപസ്സുകളും ധർമാനുഷ്ഠങ്ങളും ചെയ്യാത്തവരും
കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ തുനിയാത്തവർക്കും ഈ ഒരു ശുദ്ധഭക്തനെ മാനിക്കാത്തവർക്കും കൃഷ്ണൻ ഒരു ഇതിഹാസ പുരുഷൻ മാത്രമെന്ന് കരുതുന്നവർക്കും അദ്ദേഹത്തിന്റെ മഹത്വത്തിൽ ഈർഷ്യയുള്ളവർക്കും ഗോപ്യമായ ഈ ജ്ഞാനം നൽകി പോകരുത്. കൃഷ്ണനോട് അസൂയയുള്ള ചില ആസുര സ്വഭാവികളും മറ്റും വിധത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുകയും തങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് അനുയോജ്യമായ വ്യാഖ്യാനം ഭഗവത്ഗീതയ്ക്ക് നൽകുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ അത്തരം ഗീതാഭാഷ്യങ്ങളെ ആശ്രയിക്കരുത്. ഭോഗാസക്തന്മാരായവർക്ക് ഭഗവത്ഗീതയുടെ പൊരുൾ സുഗ്രാഹ്യമല്ലെന്നുള്ളതാണ് വാസ്തവം. ഭോഗാസക്തനല്ലെങ്കിലും വേദോക്തങ്ങളായ നിബന്ധനകൾ പിഴയ്ക്കാതെ അനുഷ്ഠിക്കുന്ന ഒരാൾ പോലും സ്വയം ഭക്തനല്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണനെ അറിയാൻ കഴിയില്ല. ഇനി കൃഷ്ണഭക്തന് ഭക്തനെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടാത്തവനും കൃഷ്ണന്റെ പൊരുൾ അറിയാൻ കഴിയില്ല. താനാണ് പരമപുരുഷനെന്നും തനിക്ക് തുല്യനായോ ശ്രേഷ്ഠനായോ മറ്റാരുമില്ലെന്ന് ഭഗവത്ഗീതയുടെ ഘോഷിച്ച കൃഷ്ണനോട് അസൂയാലുക്കളായ പലരുമുണ്ട്. കൃഷ്ണനോട് ഈർഷ്യയുള്ള അനേകം പേരുണ്ട്. ഭഗവത്ഗീതയെപ്പറ്റി അവരോട് പറഞ്ഞിട്ട് എന്താ ഫലം? അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവിശ്വാസികൾ ഭഗവത്ഗീതയെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ അറിവുണ്ടാവുക സാധ്യമല്ല തന്നെ. ആധികാരികതയുള്ള ഒരു ഉത്തമ ഭക്തനിൽ നിന്ന് കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് മുമ്പ് ആരും ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. ശ്ലോകം 68. യയിദത് പരമം ഗുഹ്യം മദ്ഭക്തേസ്തുഭി ദാസ്യതി ഭക്തിം മയിം പരാം കൃത്വാ മാമേഷ്യതി സംശയ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഭാവാർത്ഥം: ഭഗവത്ഗീത ഭക്തന്മാർക്കിടയിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതാണ്. ഭക്തിയില്ലാത്തവർക്ക് ഭഗവത്ഗീതയെപ്പറ്റിയോ കൃഷ്ണനെക്കുറിച്ചോ മനസ്സിലാവില്ല. കൃഷ്ണനെയും ഭഗവത്ഗീതയെയും അറിഞ്ഞ് അംഗീകരിക്കാത്തവർ ഭഗവത്ഗീതയിലേക്ക് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനം ചമയ്ക്കാൻ തുനിഞ്ഞ് അപരാധമേൽക്കരുത്. പരമപുരുഷനാണ് ഭഗവാൻ എന്ന് അറിഞ്ഞ് ആദരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഭഗവത്ഗീത വിവരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഭക്തന്മാർക്ക് വിഷയമാണിത്. തത്വശാസ്ത്രത്തിൽ ഊഹാപോഹം നടക്കുന്നവർക്കുള്ളതല്ല. ഭഗവത്ഗീതയെ യഥാർത്ഥ നിലയിൽ നിർവ്യാജം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഭക്തിപ്രവർത്തനങ്ങളിൽ മുന്നേറി ശുദ്ധഭക്തനെന്ന നിലയിൽ എത്തുന്നു. പവിത്രമായ ഭക്തിയുടെ ഫലമായി അവർ ഭവനമായ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുമെന്ന് തീർച്ചയാണ്. ഹരേ കൃഷ്ണ. ഗുരുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു നളിനി മാതാജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇതം തേ തപസ്കായ ഭക്തായ കഥാചന നച്ചാ ശുശ്രൂഷവേ വാചം നച്ചമാം യോഗ്യ സൂയതി. അതപസ്കായ, തപസ് ചെയ്യാത്തവർക്ക്, ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവർക്ക് ഭഗവത്ഗീത മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസം ഉറച്ചു നിൽക്കുകയുള്ളൂ. നമ്മൾക്ക് ദൃഢവിശ്വാസം ഉണ്ടാകണം. ദൃഢവിശ്വാസം ഉണ്ടാകണമെങ്കിൽ, വിശ്വാസം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, ഭഗവാനിലുള്ള വിശ്വാസം ഉറച്ചു നിൽക്കണമെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം ഒരു വലിയ ഘടകമാണ്. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സമുച്ചതേ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃത ചേതസാ വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ എന്ന് ഭഗവാൻ പറയുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രമാണ് താല്പര്യമെങ്കിൽ നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള ഈ ജ്ഞാനം നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുകയില്ല എന്നാണ് പറയുന്നത്. മായ അപഹൃത ജ്ഞാനം. ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ജ്ഞാനം മായ എടുത്തു കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. മായാശക്തി അത് എടുത്തുകൊണ്ട് പോകും. മായ അപഹൃത ജ്ഞാന ആസുരം ഭാവമാസിക. അല്ലെ, നമ്മുടെ സ്വഭാവം ആസുര സ്വഭാവമാകും. ആസുര സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാനെ എതിർക്കാൻ തുടങ്ങും. ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഈശ്വരോഹം അഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി.
ഞാൻ തന്നെയാണ് ഈശ്വരൻ, വേറെ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഈശ്വരനൊന്നുമില്ല, എല്ലാവരും എന്നെയാണ് ആരാധിക്കേണ്ടത്. ഹിരണ്യകശിപു പറഞ്ഞതുപോലെ ആയിരിക്കും അല്ലെ. അപ്പോൾ തപസ് അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം അത്യാവശ്യമാണ്. ഇന്ദ്രിയ നിയന്ത്രണം നഷ്ടപ്പെടുത്തോറും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. നമ്മൾ കുറച്ച് വിശ്വാസം ഉണ്ടാവില്ല. കുറച്ച് വിശ്വാസത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് ഭക്തിയിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ. കാരണം പ്രകൃതിയിൽ വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. സുഖവും ദുഃഖവും വന്നുകൊണ്ടിരിക്കും. ഭൗതിക പ്രകൃതിയിൽ ദുഃഖം കൂടുതലായിരിക്കും. ദുഃഖം കൂടുതലാവുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്തി ചെയ്തതൊന്നും കാര്യമില്ല, വിശ്വാസം നഷ്ടപ്പെട്ടു. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിന് ദൃഢതയില്ല അല്ലെ. മായാശക്തി നമ്മളെ എടുത്തുകൊണ്ടുപോകും. മായ കാമേഷ്ടേ ഹൃദജ്ഞാന പ്രബന്ധത്തെ അന്യദേവത എന്ന് പറയും. കാമത്താലാണ് ഈ ബുദ്ധി നഷ്ടപ്പെടുന്നത്. സ്മൃതി നഷ്ടപ്പെടും അല്ലെ. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് ഭവിഷ്യത് എന്നാണ് പറയുന്നത്. അപ്പൊ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതോറും, ഭൗതിക ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോറും നമ്മുടെ ആത്മീയ ബുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആത്മീയ ബുദ്ധി നഷ്ടപ്പെട്ടു. അങ്ങനെ ആത്മീയ ബുദ്ധി നഷ്ടപ്പെട്ടവർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. തപസ്സില്ലാത്തവർ, ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുത്താലും അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അവർക്കതിൽ കുറച്ച് വിശ്വാസം ഉണ്ടാവില്ല. ഭഗവാൻ ഇത്രയൊക്കെ ശക്തിയുണ്ട്, ഭഗവാന്റെ ശക്തിയിലാണ് ലോകം മുഴുവൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഭാവന അതുണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, നാസ്തി ബുദ്ധിരയുക്തസ്യ നഛായുക്തസ്യ ഭാവന നഛാ ഭാവേദ ശാന്തി അശാന്തസ്യ ഉദസ്വത. ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്തവർക്ക് ബുദ്ധി പോലുമില്ല, അവർക്ക് ഭാവനയില്ല. ഭഗവാനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി വൈഭവം അത് അവർക്കില്ല. അതുകൊണ്ട് അവർക്കിതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എല്ലാം ഒരു കഥയാണ്, അല്ലെങ്കിൽ എല്ലാം തട്ടിപ്പാണ് എന്നാണ് അവർ പറയുന്നത്. അസത്യം അപ്രതിഹതം ജഗതാവ് അനീശ്വരം എന്നവർ പറയും അല്ലെ. അസത്യം, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ആരോ ഉണ്ടാക്കിയ തട്ടിപ്പാണ്. അസത്യം അപ്രതിഹതം ജഗതാവ് അനീശ്വരം. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ നിയമമൊന്നുമില്ല, എല്ലാവർക്കും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാം. ഈ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിന് ഈശ്വരനില്ല. പ്രപഞ്ചമുണ്ട്, ഈശ്വരനില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? പ്രപഞ്ചത്തിന് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, ആരും ചോദിക്കാനുമില്ല. അതാണ് ആസുരികമായിട്ടുള്ള ചിന്താഗതി. അങ്ങനെ ആസുരികമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് പോയിട്ടുള്ള ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്ത വ്യക്തികൾക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇതം തേ നാദപസ്കായ അഭക്തായ, ഭക്തന്മാരല്ലാത്തവർക്ക്, ഭഗവാനെ അംഗീകരിക്കാത്തവർക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനാണെന്ന് അംഗീകരിക്കാത്തവർക്കും ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത് കൊണ്ട് കാര്യമില്ല. കാരണം ഭഗവത്ഗീതയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ വേദങ്ങളുടെയും ഉദ്ദേശം. വേദേശ സർവേ അഹമേവ വേദ്യം. എല്ലാ വേദങ്ങളും പഠിക്കുന്നത് എന്തിനാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ, സർവലോക മഹേശ്വരം, സുഹൃതം സർവഭൂതാനം, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേദത്തിന്റെ ഉദ്ദേശം. അപ്പോൾ അത് നിരാകരിക്കുന്നവർ വേദത്തെ തന്നെ നിരാകരിക്കുന്നത് പോലെയാണ്, നാസ്തികരായിട്ട് മാറുന്നത്. അവർ ആസ്തികരല്ല, വേദങ്ങളിൽ വിശ്വാസം ഇല്ലാത്തവരായിട്ട് മാറും. ഭഗവാനെ അംഗീകരിക്കാത്തവർക്കും പറഞ്ഞു കൊടുത്തിട്ട് പ്രയോജനമില്ല. ഭഗവാനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നുള്ളൂ, എല്ലാ ദോഷങ്ങളും ഇല്ലാതാകുന്നു. അപ്പോൾ ഭഗവാനെ അംഗീകരിക്കാത്തവർക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത് കൊണ്ട് പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. നഥാ ശുശ്രൂഷവേ വാചം, ആ ശുശ്രൂഷവേ, അവർക്ക് ചില ആളുകൾക്ക് കേൾക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. ഒരു മിനിറ്റ് ഭഗവത്ഗീത പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കും, അല്ലെങ്കിൽ ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്, സത്സംഗത്തിൽ പങ്കെടുക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ ഇറിറ്റേഷനാണ്. എനിക്കതിനൊന്നും സമയമില്ല, ഇവിടെ ഓരോ ദിവസത്തെ ജോലി തീർക്കാൻ തന്നെ സമയമില്ല, അപ്പോഴാണ് ഭഗവത്ഗീത ക്ലാസ്സിന് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിർബന്ധിച്ച് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത് കൊണ്ട് കാര്യമില്ല എന്നാണ്
പറയുന്നത്. എന്നുവെച്ചാ ശുശ്രൂഷവേ അശുശ്രൂഷവേ, അവർക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നുവെച്ചാൽ ശുശ്രൂഷവെന്ന് മറ്റൊരു അർത്ഥവും കൂടി ഉണ്ട്. അവര് ഭഗവാനെ സേവിക്കാൻ തയ്യാറാണ്. ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള സത്യം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഭഗവത്ഗീതയിൽ 2 തരത്തിലുള്ള ജ്ഞാനമുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം ഭക്ഷ്യാമി അശേഷത എന്നാണ് 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, 3ാമത്തെ ശ്ലോകം. അപ്പോൾ ഇതിൽ ജ്ഞാനവുമുണ്ട് വിജ്ഞാനവുമുണ്ട്. അതായത് നമുക്ക് കേട്ട് മനസ്സിലാക്കുന്നത് ജ്ഞാനമാണ്. നമ്മൾ അത് ജീവിതത്തിൽ പ്രയോഗിച്ച് അനുഭവിച്ച് മനസ്സിലാക്കുന്നത് വിജ്ഞാനമാണ്. അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സത്യമാണെന്ന് സ്വയം ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ സ്വയം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നില്ല, അത് വെറും ജ്ഞാനമായിട്ട് മാറും. അപ്പോൾ ജ്ഞാനവും വേണം, വിജ്ഞാനവും വേണം. അപ്പോൾ വിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ, സ്വയം ബോധ്യപ്പെടണമെങ്കിൽ, ഭഗവാനെ സാക്ഷാത്കരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വര അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഭഗവാൻ എന്തൊക്കെയാണോ പറഞ്ഞത് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നാമം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാമം ജപിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? ഞാൻ നാമം ജപിക്കണമെന്ന് എനിക്കറിയാം, അത് ജ്ഞാനമാണ്. പക്ഷെ ഞാൻ നാമം ജപിക്കില്ല, അപ്പൊ വിജ്ഞാനമില്ല. നാമം ജപിക്കാം എന്ന് എനിക്കറിയാം, ഞാൻ നാമം ജപിക്കാറുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്, അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വിജ്ഞാനം. അപ്പോൾ അദ്ദേഹത്തിന് ആ മാറ്റം സ്വയം അറിയാൻ സാധിക്കും. മനസ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു നാമം ജപിക്കുന്നതോറും. ഒരു ദിവസം നാമം ജപിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? നാമം ജപിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സ് ശാന്തമാകുന്നുണ്ട്, മോശം കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ബോധ്യപ്പെടും. അപ്പോൾ ഇത് സത്യമാണ്. ഈ നാമജപത്തിന് റിസൾട്ട് ഉണ്ട്, അതിന് ഫലമുണ്ട്. അത് വെറുതെ ഒരു സമയം പാഴാക്കുന്നതല്ല, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടും. അപ്പോൾ ജ്ഞാനവുമുണ്ട് വിജ്ഞാനമുണ്ട്. അപ്പോൾ ഭഗവാന് സേവനം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വിജ്ഞാനം അല്ലെങ്കിൽ അനുഭവ ജ്ഞാനം ഉണ്ടാവും. അപ്പോൾ ഭഗവാന് സേവനം ചെയ്യാൻ തയ്യാറല്ലാത്തവർക്കും പറഞ്ഞു കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. നച്ചാ ശുശ്രൂഷവേ വാച നച്ചമാം യോ അഭ്യസൂയതി. ഭഗവാനോട് അസൂയുള്ളവർക്കും പറഞ്ഞു കൊടുക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനോട് അസൂയുള്ളവർക്കും ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഭഗവത്ഗീതയിൽ നിറച്ചും പറയുന്നത് ഭഗവാനെ കുറിച്ചാണ്, അല്ലെ? ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മാം മാം എന്ന് എല്ലാ സ്ഥലത്തും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അസൂയുള്ളവർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ദഹിക്കുന്നില്ല. അല്ല, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ എല്ലായിടത്തും പറയുന്നത്. മയാസക്ത മനാപാർത്ഥ യോഗം യുജ്ജൻ മദാശ്രയം അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസസി തക്ഷണം എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അഹം സർവസ്യ പ്രഭോ, ഞാനാണ് എല്ലാത്തിൻ്റെയും ഉപരിയായിട്ടുള്ളത് എന്ന് ഭഗവാൻ എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അസൂയുള്ള ഒരു വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇത് ദഹിക്കുന്നില്ല, അവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതെന്താണ് ഭഗവാനെ കുറിച്ച് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൃഷ്ണനെ കുറിച്ച് കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഭഗവത്ഗീത. അത് അസൂയുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ കൂട്ടർക്കൊന്നും ഭഗവത്ഗീത ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഭക്തന്റെ സമയം വെറുതെ പാഴാക്കി കളയണ്ട എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ഭക്തന്മാർ കൂടുതൽ കാരുണ്യം കാണിച്ച് ചിലപ്പോൾ അഭക്തന്മാരുടെ ഉപദ്രവങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് വലിയ വലിയ ഭക്തന്മാരൊക്കെ അങ്ങനെ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നു. ശിലപ്രഭാതർ അങ്ങനെ ഭഗവത്ഗീത പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ലോകത്തിൽ മുഴുവൻ ഇപ്പോൾ ഇങ്ങനെ ഭഗവത്ഗീത പഠിക്കുന്നത്. അപ്പൊ ഭക്തന്മാർ കൂടുതൽ കാരുണ്യം കാണിക്കാറുണ്ട്. ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ വന്ന സമയത്ത് കൂടുതൽ കാരുണ്യം കാണിച്ചു. ചൈതന്യ മഹാപ്രഭു ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നതിന് ഒരു നിയമം പറഞ്ഞില്ല. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, യാരേ ദേഖോ താരേ കഹോ കൃഷ്ണോപദേശം. ആരെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ, അവർ സ്വീകരിക്കുന്നുവെങ്കിൽ
സ്വീകരിക്കട്ടെ, എല്ലാവർക്കും അതിന്റെ ലാഭം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ കൂടുതൽ കാരുണ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ ഭക്തന്മാരോടുള്ള കാരുണ്യം കാണിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ അഭക്തന്മാർക്ക് ഉപദേശിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അത് സ്വീകരിക്കുകയില്ല. ചിലപ്പോൾ ഭക്തന്മാരെ ഉപദ്രവിക്കും, അല്ലെ? ഭക്തന്മാര് ധർമ്മപ്രചരണം ചെയ്യുന്ന സമയത്ത് അവർ ഉപദ്രവിക്കും. ഹരിദാസ് ഠാക്കൂർ, നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ നാമം ജപിച്ചതിന് അദ്ദേഹത്തിനെ 12 മാർക്കറ്റ് പ്ലേസിൽ വെച്ചിട്ട് ഉപദ്രവിച്ചു, ചാട്ടവാറം അടിച്ചു. അദ്ദേഹത്തിനെ വധിക്കാൻ വരെ അവർ തുനിഞ്ഞു. പ്രഹ്ലാദ മഹാരാജാവ് നാമം ജപിച്ചത് കൊണ്ട് അദ്ദേഹത്തിനെ ഉപദ്രവിച്ചു, അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചു. അല്ല, ഇങ്ങനെ വലിയ വലിയ ഭക്തന്മാരൊക്കെ ധർമ്മപ്രചരണം നടത്തുന്ന സമയത്ത് അവർക്ക് വലിയ ഉപദ്രവങ്ങൾ എത്താൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ അസൂയാലുക്കൾക്കും ഭക്തന്മാർക്കും ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ കലിയുഗത്തിലെ നമ്മുടെ ധർമ്മം ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് എന്താണ്? നഗരാധിഗ്രാമ സർവത്ര പ്രചാര ഹൈവേയും മകത. കലിയുഗത്തിൽ ആർക്കും യോഗ്യതയില്ല. കലിയുഗത്തിൽ ഭഗവത്ഗീത മനസ്സിലാക്കാനോ ഭഗവാനെ മനസ്സിലാക്കാനോ ആർക്കും യോഗ്യതയില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ ചൈതന്യ മഹാപ്രഭുവിനെ അംഗീകരിക്കുന്നവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഭഗവാനെ മനസ്സിലാക്കാനുള്ള അവസരം, അതൊരു പ്രത്യേകമായിട്ടുള്ള കാരുണ്യമാണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് എന്ന് പറയും. ഇനി ഭഗവാൻ ആർക്കെല്ലാം ഉപദേശിക്കരുതെന്ന് പറഞ്ഞു, ഇനി ആർക്കെല്ലാം ഉപദേശിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തന്മാർക്ക് ഉപദേശിക്കണമെന്നാണ് പറയുന്നത്. 68ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇതം പരമം ഗുഹ്യം. ഇത് വളരെ രഹസ്യമാണ്. ഈ പറഞ്ഞ കൂട്ടർക്കൊന്നും അത് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് രഹസ്യമാണെന്ന് പറഞ്ഞത്. മത് ഭക്തേഷപിദാസതി. ആരാണ് എന്റെ ഭക്തന്മാർക്ക് ഇത് ഉപദേശിക്കുന്നത്? ഭക്തിമയി പരാകൃത മാമേവേശതി അസംശയ. ഭക്തന്മാർക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നവർക്ക് ഭഗവാന്റെ ശുദ്ധഭക്തി സേവനം കിട്ടുമെന്നാണ് പറയുന്നത്. ഭഗവാനെ സേവിക്കാനുള്ള, നേരിട്ട് സേവിക്കാനുള്ള ആ ഭക്തി, ഭഗവാന്റെ ശുദ്ധമായിട്ടുള്ള ഭക്തിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് ഏറ്റവും അപൂർവമാണ് എന്നാണ് പറയുന്നത്. കോടാനുകോടി ജന്മങ്ങളിൽ തപസ് ചെയ്താൽ പോലും കൃഷ്ണഭക്തി ലഭിക്കുക എന്ന് പറയുന്നത് അത്യപൂർവമാണ്. ആ ഭക്തി ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നതിലൂടെ നേടാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തിമയി പരാകൃത്വ. പരാം, അത് ഏറ്റവും ഉന്നതമാണ്. പരമമായിട്ടുള്ള ഭക്തി. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷത്തെക്കാൾ ഉപരിയാണ് ഭക്തി എന്ന് പറയുന്നത്. പരാം, ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി ലഭിക്കും. പരാം കൃത്വ മാമേവേശ്യത്തി അസംശയാണ്. അവര് ഭക്തി സേവനം ചെയ്ത് എന്റെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്ന് പറയും. അപ്പോൾ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നതാണ് നമുക്ക് ഭക്തി കിട്ടാനും ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വലിയ മാർഗം, അല്ലെ? അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ശീലപ്രഭുപാദരൻ ചെയ്തു തന്നിട്ടുണ്ട്. ശീലപ്രഭുപാദരൻ നമ്മൾക്ക് ഭഗവത്ഗീത വായിച്ചു മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. അതേപോലെ ഭഗവത്ഗീത പ്രചരണം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഭഗവത്ഗീത പുസ്തകം പ്രചരണം നമ്മൾക്ക് ചെയ്യാം, മറ്റുള്ളവർക്കൊക്കെ ഭഗവത്ഗീത കൊടുക്കാം. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഭക്തനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. നച്ച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമ ഭവിതാ നച്ചതേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ഒരു വൃത്തിനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ആ ഭഗവത്ഗീത ഭക്തന്മാരിലേക്ക് എത്തിക്കുന്ന, ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന ഒരു ഭക്തനേക്കാൾ പ്രിയങ്കരനായിട്ട് എനിക്ക് ആരുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ശീലപ്രഭുപാദരൊക്കെ ഭഗവാന്റെ എത്രത്തോളം പ്രിയപ്പെട്ട ഭക്തനായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അത്രയും തൊട്ടടുത്ത ഭക്തനാണ് ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നത്, അല്ലെ? ശീലപ്രഭുപാദർ ലോകം മുഴുവൻ ഭഗവത്ഗീത പ്രചരിപ്പിച്ചു. ഇത്രയും ഭാഷകളിൽ, ഇപ്പോൾ 90ഓളം ഭാഷകളിൽ ഭഗവത്ഗീതയുണ്ട്. ശീലപ്രഭുപാദർ എഴുതിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം 100ലധികം യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കുന്നു, സിലബസിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നു. ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യണം.
അല്ലെ? വേറൊരു ഭഗവത്ഗീതയും ഇങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. ശീലപ്രഭാതരുടെ ആ ഭക്തി, ശീലപ്രഭാതർ എഴുതിയിട്ടുള്ള ഭാവാർത്ഥം, അത് ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ്. ഭഗവാന്റെ തൊട്ടടുത്ത ഒരു ഭക്തന് മാത്രമേ അങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭക്തി പ്രചരിപ്പിക്കാനും സാധിക്കുള്ളൂ. ശീലപ്രഭാതർ ഭഗവാന്റെ ഏറ്റവും അടുത്തുള്ള ഒരു വളരെയധികം പ്രിയപ്പെട്ട ഭക്തനാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നച്ചതസ്മാൻ മനുഷ്യേഷു ലക്ഷ്യന്മേ പ്രിയകൃത്തമാ ഭവിതാ നച്ചതേ തസ്മാത് അന്യപ്രിയതരോ. നമ്മൾക്കും ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കാം. ഭഗവത്ഗീത പ്രചരണം ചെയ്യുന്നതിലൂടെ, ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, ഭഗവത്ഗീത ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതിലൂടെ, ഭഗവത്ഗീത പുസ്തക വിതരണം ചെയ്യുന്നതിലൂടെയൊക്കെ ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ട് മാറാനുള്ള എളുപ്പ വഴിയാണ്. വലിയൊരു ഷോർട്ട് കട്ടാണ്. ഭഗവത്ഗീത പ്രചരണം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ഭക്തനായിട്ട് മാറാം, തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു ചാൻസ് ആണ് എന്ന് പറയുന്നത്. ഇനി അത്രത്തോളം ഭക്തി ഇല്ലെങ്കിൽ പോലും ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ നേട്ടമുണ്ട് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ശുദ്ധഭക്തന്മാരായിട്ടില്ലെങ്കിൽ പോലും അല്ലാത്തവർക്കും ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട് എന്നാണ് പറയുന്നത്. അത് അടുത്ത 2 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. 70, 71 ശ്ലോകങ്ങളിൽ. 70ാമത്തെ ശ്ലോകം, അധ്യേഷ്യതേച്ഛയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദവിയോ നരഃ സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണ. ഈ 2 ശ്ലോകങ്ങൾ വായിക്കാം. 70ഉം 71 ശ്ലോകങ്ങൾ വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. പുണ്യമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 70. അദ്യോഷതേച്ച യ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനഃ മിഷ്ടഃ സ്യാമിതി മേ മതിഃ. വിവർത്തനം. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ശ്ലോകം 71. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്തഃ ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. വിവർത്തനം. അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടു കൂടിയും ഇത് ശ്രദ്ധിക്കുന്നവൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭങ്ങളായ ലോകങ്ങളിൽ എത്തും. ഭാവാർത്ഥം. ഈ അധ്യായത്തിലെ 67ാമത്തെ ശ്ലോകത്തിൽ തന്നോട് അസൂയയുള്ളവർക്ക് ഭഗവത്ഗീത ഉപദേശിക്കരുതെന്ന് ഭഗവാൻ വിലക്കിയിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീത ഭക്തന്മാർക്കു വേണ്ടി മാത്രമുള്ളതാണ്. എങ്കിലും ചിലപ്പോൾ ഒരു ഭക്തൻ പൊതുവായ ഒരു പഠന ക്ലാസ് ആരംഭിച്ചു എന്ന് വരാം. അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഭക്തന്മാരായെന്നു വരില്ല. അത്തരം തുറന്ന പഠന ക്ലാസുകൾ എന്തിന് നടത്തണം എന്ന് ചോദിക്കാം. എല്ലാവരും ഭക്തന്മാരല്ലെങ്കിലും കൃഷ്ണനോട് ഈർഷ്യയില്ലാത്തവർ ഒട്ടേറെയുണ്ടാവാം. അവർക്ക് കൃഷ്ണൻ പരമപുരുഷനാണെന്ന വിശ്വാസം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ വിശ്വാസിനായ ഒരു ഭക്തനിൽ നിന്ന് ഭഗവദ്വചനങ്ങൾ കേൾക്കുന്നതോടെ പാപപ്രതികരണങ്ങൾ ഒഴിഞ്ഞ് പുണ്യാത്മാക്കളുടെ വാസസ്ഥാനമായ ഗ്രഹവ്യൂഹത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു നല്ല ഭക്തനാകാൻ ശ്രമിക്കാത്തവർക്കു പോലും ഭഗവത്ഗീത ശ്രവണം കൊണ്ടു മാത്രം പുണ്യകർമ്മങ്ങളിൽ നിന്നും നേടാവുന്ന ഫലം സിദ്ധിക്കും. സർവപാപ ഫലങ്ങളിൽ നിന്നും വിമുക്തി നേടി ഭഗവത് ഭക്തരാവാൻ ഏവർക്കും അവസരം നൽകുകയാണ് ഗീതാപാരായണം കൊണ്ട് ഒരു ഉത്തമ ഭക്തൻ ചെയ്യുന്നത്. പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തരായ പുണ്യാത്മാക്കൾ എളുപ്പത്തിൽ കൃഷ്ണാവബോധം സ്വീകരിക്കാറുണ്ട്. പുണ്യകർമ്മണം എന്ന വാക്ക് ശ്രദ്ധേയമാണിവിടെ. വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന അശ്വമേധാദി യജ്ഞങ്ങളുടെ അനുഷ്ഠാനത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഭഗവത് സേവനത്താൽ പുണ്യമാർജിച്ചുവെങ്കിലും പൂർണ്ണ വിശുദ്ധി സിദ്ധിക്കാത്തവർ ധ്രുവലോകത്തെ പ്രാപിക്കും. മഹാഭക്തനായ ധ്രുവ മഹാരാജാവിന്റെ വാസസ്ഥലമായ ഈ ഗ്രഹത്തിന് ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യവാദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭക്തിയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും
ഭഗവാനിൽ കുറച്ച് വിശ്വാസമുണ്ട്, ഭഗവത്ഗീത പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. ചില ആളുകൾക്ക് ശ്ലോകമൊക്കെ ചൊല്ലുന്നത് വലിയ ഇഷ്ടമാണ്, അല്ലെ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ, അവരങ്ങനെ നല്ല രീതിയിലൊക്കെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലും. പല രീതിയിൽ ഭഗവത്ഗീതയോട് താല്പര്യമുള്ള ആളുകളുണ്ട്. അവരും ഈ ഭഗവത്ഗീത ചർച്ച ചെയ്യുകയാണെങ്കിൽ അധ്യേഷ്യതേച്ഛ ഇമം ധർമ്മ, അവര് അധ്യയനം ചെയ്യുകയാണ്, പഠിക്കുകയാണെങ്കിൽ, വായിച്ചു പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചൊല്ലി പഠിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് ജ്ഞാനയജ്ഞമായിട്ട് ഭഗവാൻ കണക്കാക്കുമെന്നാണ് പറയുന്നത്. ഭഗവത്ഗീത പഠിക്കുന്നത് എന്താണ്? ഒരു യജ്ഞമായിട്ട് ഭഗവാൻ കണക്കാക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾക്കൊരു യജ്ഞം ചെയ്യാം, അല്ലെ? വലിയ വലിയ സാമഗ്രികളുടെ ഒന്നും ആവശ്യമില്ല. ധാരാളം ധനം, ആളുകള്, അതേപോലെ ഒരുക്കങ്ങള്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഭഗവത്ഗീത പുസ്തകം എടുത്ത് അത് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് യജ്ഞമാണ്. ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു യജ്ഞമാണ് എന്നാണ് പറയുന്നത്. തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി, അതെനിക്കിഷ്ടമാണ്. അങ്ങനെ ചെയ്യുന്നവരും ഭഗവാൻ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീത പഠിക്കുന്നത് എന്താണ്? ജ്ഞാനയജ്ഞമായിട്ട് ഭഗവാൻ കണക്കാക്കിയിരിക്കും. അധ്യേക്ഷതേച്ഛയ ഇമം ധർമ്മ്യം സംവാദമാവയോ, അർജുനും ഭഗവാനും തമ്മിലുള്ള ഈ സംവാദം, ഈ ഭഗവത്ഗീത ആരാണോ പഠിക്കുന്നത്, അധ്യേക്ഷതേ യ പഠേ, ഗീതാമഹാത്മ്യത്തിന്റെ ആദ്യത്തിലും പറയുന്നുണ്ട്, ഇതാ ശാസ്ത്രം ഇതം പുണ്യം യ പഠേ പ്രേത പുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാതി വർജിത. ഇത് പഠിക്കാനുള്ള ഗ്രന്ഥമാണ്, അല്ലെ? പലരും ഭഗവത്ഗീത പൂജാമുറിയിലൊക്കെ വെച്ചിട്ടുണ്ടാകും. പട്ടുകൊണ്ട് പൊതിഞ്ഞ്, ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞ്, അതിന്റെ മുകളിൽ ഒരു മഞ്ഞപ്പൊട്ട് കൂടി പൊതിഞ്ഞ് അവിടെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടാകും. എപ്പോഴാണ് പുറത്തെടുക്കുന്നത്? വിഷുവിന്റെ സമയത്ത് പുറത്തെടുക്കും. വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങും. ചില ആൾക്കാർ അങ്ങനെ വാങ്ങും, വിഷുവിന് കണി വെക്കാനും എന്ന് പറഞ്ഞു വാങ്ങും. അങ്ങനെ വെക്കുന്നത് നല്ലതാണ്, ദോഷമൊന്നുമില്ല. പക്ഷേ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് പഠിക്കണം എന്നാണ്. അധ്യേഷ്യതേ, പഠിക്കുന്നവർ, ഇത് വായിക്കുന്നവർ, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു യജ്ഞമാണ് ചെയ്യുന്നത്. അത് ഭഗവാൻ ഇഷ്ടമാണ്, അല്ലെ? ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാന് സന്തോഷമാണ്. അപ്പോൾ അവരും ഭഗവാൻ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറുന്നു. ജ്ഞാനയജ്ഞം ചെയ്യുകയാണ് അവരെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ജ്ഞാനയജ്ഞം കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ് ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി ചില ആളുകള് ഭഗവത്ഗീത മറ്റുള്ളവർ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കും, കേട്ടോണ്ടിരിക്കും. അവർക്ക് അതിന്റെ പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. ആരൊക്കെയാണോ ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത്, അത് കേൾക്കാൻ തയ്യാറാകുന്നത്, അവർക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? അവരുടെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും അവർക്ക് മുക്തി നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദവിയോ നരം സോഭി മുക്തസുഖാൻ ലോകാൻ പ്രാപ്നുയാൻ പുണ്യകർമ്മണ. അവര് പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് ഒന്നും വരാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിച്ചിരിക്കും. ശ്രദ്ധാവാൻ, അവർക്ക് ഭഗവാനിൽ വിശ്വാസമൊക്കെ ഉണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നത് സത്യമാണ് എന്നൊക്കെ അവർക്ക് അറിയാം, ഭഗവാന്റെ വാക്കുകളാണ് എന്നറിയാം, ഭഗവാനോട് അസൂയയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ശൃണുയാദപിയോ എന്നല്ല, വെറുതെ കേട്ടാൽ മതി. ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് തന്നെ, ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ശോഭി മുക്തശുഭാൻ ലോകാൻ, അവരെല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തരാണ്. ദിവസവും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ പൂർവജന്മ കർമ്മ ഫലങ്ങളൊന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയും. പൂർവജന്മ കൃതാനിജ, അല്ലെ? ആരാണോ ഭഗവത്ഗീത ദിവസവും പഠിക്കുന്നത്, ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, അവർക്ക് അവരുടെ പൂർവജന്മ പാപങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. പൂർവജന്മ കൃതാനിച്ച, പൂർവജന്മത്തിൽ ചെയ്ത പാപങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന് പറയും. ഭഗവത്ഗീത ശ്ലോകങ്ങൾ കേട്ടാൽ മതി, നമ്മളത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. വേറെ ആരെങ്കിലും ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക, പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ പൂർവജന്മ പാപങ്ങൾ ബാധിക്കാതെയാകും എന്ന് പറയും.
ശോഭി മുക്ത, അങ്ങനെ പാപങ്ങളിൽ നിന്ന് മുക്തനാകും. പാപങ്ങളിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വ്യക്തിക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ശുഭാൻ ലോകാൻ പ്രാപ്തിയാൻ പുണ്യകർമ്മം. അവർ ഭക്തിയിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഉയർന്ന ലോകത്തിലേക്ക് പോകുന്നത്. ഭക്തി സേവനം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാമായിരുന്നു. പക്ഷെ ഭക്തി സേവനത്തിലേക്ക് വന്നിട്ടില്ല. ജസ്റ്റ് ഭഗവത്ഗീത കേട്ടു, അതിനെ അഭിനന്ദിച്ചു, അത് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് മാത്രം അവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. ഉയർന്ന ലോകങ്ങൾ എന്ന് പറയുന്നത് ശുഭാം ലോകം പ്രാപ്നുയാ പുണ്യകർമ്മനാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന ലോകത്തിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കും. വേറെ പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീത കേൾക്കുന്നത് തന്നെ വലിയ പുണ്യമാണ്. ഭഗവത്ഗീത ശ്ലോകങ്ങൾ കേൾക്കുന്നത്, ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് നമ്മൾ ഭഗവത്ഗീത കേൾക്കുന്നത്, ഭക്തന്മാർ ഭഗവത്ഗീത പറയുന്നത്, അല്ലെ, നമ്മളതാണ് വായിക്കുന്നത്. ശീലപ്രഭാതരാണ് ഈ ഭഗവത്ഗീത നമ്മൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ വായിക്കുന്നത്. അത്രയും വലിയ ശുദ്ധഭക്തൻ പറയുന്ന കാര്യം നമ്മൾക്ക് വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. ഭക്തിയിലേക്ക് വന്നില്ലെങ്കിൽ പോലും അവരെങ്ങോട്ട് പോകും? ഉന്നത ലോകങ്ങളിൽ, ധ്രുവലോകത്തിലേക്ക് പോകുമെന്നാണ് അവിടെ ശീലപ്രഭാതൻ പറയുന്നത്. ധ്രുവലോകം, ഭൗതിക ലോകത്തിൽ തന്നെയുള്ള വൈകുണ്ഠ ലോകമാണ് ധ്രുവലോകം. നേരത്തെ ഭഗവാൻ അവിടെ ഇരുന്നിരുന്നു. ധ്രുവന് കൊടുക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ മാറിക്കൊടുത്തതാണ് ധ്രുവലോകം. അങ്ങനെയുള്ള ലോകത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ധ്രുവന് നേടാൻ സാധിച്ച, വലിയ തപസ് ചെയ്ത് നേടിയിട്ടുള്ള ലോകമാണ് ധ്രുവലോകം. അവിടേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് കേട്ടാൽ മതി. ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിലൂടെ മാത്രം ലഭിക്കുന്ന നേട്ടമാണ് പറയുന്നത്. ഭഗവത്ഗീത കേട്ട് ഭക്തി ചെയ്യുന്നവർക്ക് അതിനേക്കാൾ ഉപരിയാണ്. അവർക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് തന്നെ പോകാം. ശ്രദ്ധയോടുകൂടി ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠ ലോകത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കും എന്ന് പറയും. പഠേ പ്രേതകുമാർ വിഷ്ണുപദം അവാപ്നോതി. അവർക്ക് വിഷ്ണുപദത്തിലേക്ക് എത്താൻ സാധിക്കും. ഇത് അതിന്റെ ആ സ്റ്റേജിൽ എത്താത്തവർക്കാണ്. ജസ്റ്റ് ഭഗവത്ഗീത കേൾക്കുന്നവർക്ക് മാത്രമുള്ള പ്രയോജനമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുണ്ട്. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന ഭക്തന്മാർക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ഭഗവാൻ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഭൃത്യൻ, അങ്ങനെ ഒരു സേവകൻ എനിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾക്കും കുറച്ച് സേവനമൊക്കെ ചെയ്ത് ഭഗവത്ഗീത പ്രചരണം ചെയ്ത് ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ സാധിക്കും. ശീലപ്രഭാതർക്കും വളരെയധികം സന്തോഷം നൽകുന്ന സേവനമാണ് ഭഗവത്ഗീത പ്രചാരണം. ഭഗവത്ഗീത പുസ്തകം യഥാരൂപത്തിൽ ശീലപ്രഭാതർ രചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അത് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ട ഭക്തന്മാരായിട്ട് മാറാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവത്ഗീത വായിക്കുന്നതിന്റെയും പ്രചാരണം ചെയ്യുന്നതിന്റെയും നമ്മൾ പ്രചാരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അതിനുശേഷം നമുക്ക് ശ്ലോകം ചെല്ലാം. സംശയം